ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വറുത്തരച്ച ഞണ്ട് കറിയാണ്. അപ്പോൾ ആദ്യം ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം ആദ്യമായിട്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഇതിലേക്ക്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അരമുറി തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ ഒപ്പം തന്നെ ഞാൻ മുളക് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് 4 വറ്റൽമുളക് മതിയാവും. പിരിയൻ മുളകല്ല, നല്ല മുളകാണ് ചേർക്കുന്നത്. പിന്നീട് ചേർക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ മല്ലിയാണ്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയെല്ലാം വറുത്ത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. തേങ്ങ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഞണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞണ്ട് വേവിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർക്കുകയാണ്. തേങ്ങാക്കൊത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. അതിനുശേഷം ചേർക്കുന്നത് ഒരു 4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി. പിന്നീട് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് കുടംപുളിയാണ്. കുടംപുളി ഒരു 3 കഷ്ണം മതിയാവും, ചെറുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് വെള്ളം മതി. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഇത്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർക്കണം. കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളമില്ലാതെയാണ് അരച്ചെടുക്കുന്നത്. നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഞണ്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞണ്ടിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നമുക്ക് ഞണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം. ആവശ്യത്തിന് വെള്ളം വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരപ്പിൽ കൂടെ കിടന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരാനായിട്ടുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റും കൂടെ വേവാനായിട്ട് വെക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഞണ്ട് കറി പാകത്തിന് വറ്റി ചാറെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ ബൈ.